പ്രിയ വിദ്യാർത്ഥികളെ, ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ മലയാള സിനിമ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യ ശബ്ദചിത്രമായിട്ട് ചരിത്രത്തിലിടം നേടിയത് ഒരു പാഴ്സി ആയ നൊട്ടാണി എന്ന നല്ല മനുഷ്യൻ രൂപപ്പെടുത്തിയ, സംവിധാനം ചെയ്ത ബാലൻ എന്ന ചിത്രമാണ്. ആ ബാലൻ എന്ന പ്രസ്തുത സിനിമയിൽ അതിൻ്റെ പിന്നണിയിൽ പുതുതായി പലരും പ്രവർത്തിച്ചു. ജെ.സി. ഡാനിയൽ തുടങ്ങി വെച്ചിടത്ത് നിന്ന് ഒട്ടേറെ മുന്നോട്ട് പോയി, സാങ്കേതികമായും അല്ലാതെ. അങ്ങനെ ശബ്ദമിശ്രണം ലോകത്തും ഇന്ത്യയിലും ഇതിനു മുന്നേ തന്നെ വിജയകരമായി സാധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്തുത ടെക്നോളജി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ഇവിടെ ഒരു പരിശ്രമം തുടങ്ങിയത്. പക്ഷെ അതിന് മുൻകൈ എടുത്തതൊരു പാഴ്സിയാണ്. ഒരു നല്ലൊരു പരിശ്രമമായിരുന്നു ബാലൻ എന്ന സിനിമ. അത് യഥാർത്ഥത്തിൽ നിശബ്ദ ചിത്രം ആണെങ്കിലും മലയാളത്തിലെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ സംവിധാനം ചെയ്തപ്പോഴാണ് ഈ സിനിമയുടെ സാങ്കേതിക വിദ്യ, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ പിതാവ് എന്ന് നമുക്ക് ജെ.സി. ഡാനിയലിനെ വിശേഷിപ്പിക്കാൻ സാധിച്ചു. മലയാളത്തിൽ രണ്ടാമതൊരു സിനിമ എടുക്കുന്നത് ഭാഷയും ശബ്ദവും ഒന്നും പ്രയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ മാർത്താണ്ഡവർമ്മയാണ്. നമുക്കറിയാം, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ നോവലുകൾ എഴുതിയത് C.V. രാമൻപിള്ള എന്ന മഹാപ്രതിഭാശാലിയാണ്. തിരുവിതാംകൂർ രാജവംശത്തിലെ ഏറ്റവും ഭൂവിസ്തൃതിയും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന മാർത്താണ്ഡവർമ്മ എന്ന രാജാവിൻ്റെ ചരിത്രത്തെ കുറേയൊക്കെ ഭാവന അംശവും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതിയ ചരിത്ര നോവൽ. ആ ചരിത്ര നോവലിനെയാണ് എന്താക്കി മാറ്റിയത്? സിനിമയാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചത്, തിരശ്ശീലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അത് നിശബ്ദ ചിത്രമായിരുന്നു. അത് 1933 കാലയളവിൽ 1933 മാർത്താണ്ഡവർമ്മ സിനിമയാകുന്നത്. സുന്ദരരാജ് എന്നുള്ള വ്യക്തിയാണ് സംവിധാനം ചെയ്തത്. മലയാളത്തിൽ സിനിമയാക്കപ്പെടുന്ന, പിന്നീട് ഒരുപാട് കൃതികൾ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ സിനിമയാക്കപ്പെടുന്ന ആദ്യത്തെ നോവലാണ് അതാ. പിന്നീട് ചെറുകഥകളും നോവലുകളും കവിതകളും ഒക്കെ സിനിമയ്ക്ക് വിഷയീഭവിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ രമണൻ ഒരു നാടകീയ സ്വഗതാഖ്യാനമാണ്, അത് സിനിമയായിട്ടുണ്ട്. അപ്പോഴേക്കും ശബ്ദം ഒക്കെ വന്നു തുടങ്ങിയ സമയം വളരെയേറെ പ്രചാരം കിട്ടി. അപ്പോൾ ശബ്ദ സിനിമയായ നമ്മുടെ ബാലൻ 1938 റിലീസാകുന്നത്. 1938 ചലച്ചിത്രമാക്കി മാറ്റിയ ആദ്യ കാവ്യമെന്ന് പറയുന്നത് രമണനാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പിന്നീട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയം, ആദ്യത്തെ പുരസ്കാരം, അതും രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമ പിൽക്കാലത്ത് ഉണ്ടായി. 1965 ചെമ്മീൻ. പ്രധാനപ്പെട്ട ചില വസ്തുതകൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്.
1965 ചെമ്മീനാണ്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയത് നീലക്കുയിലാണ്. അത് നീലക്കുയിലിൻ്റെ സംവിധാനവും രാമു കാര്യാട്ട് തന്നെയാണ്. ചെമ്മീൻ്റെ സംവിധാനവും രാമു കാര്യാട്ട് തന്നെയാണ്. അപ്പോൾ ചെമ്മീൻ സംവിധാനം ചെയ്തത് റിലീസായത് 1965, രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടുന്നത്. എന്നാൽ വെള്ളി മെഡൽ അവിടെ രാമു കാര്യാട്ടും പി ഭാസ്കരനും കൂടെ ഒരുമിക്കുന്നുണ്ട്. നീലക്കുയിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം ആദ്യമായിട്ട് കിട്ടുന്നത് എസ്.എൽ. പുരം സദാനന്ദനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എസ്.എൽ. പുരം സദാനന്ദനാണ് മികച്ച തിരക്കഥാകൃത്തിനുള്ള. പിന്നീട് പിൽക്കാലത്ത് ഒരുപാട് പേർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ആധുനികരായിട്ടുള്ള തിരക്കഥാകൃത്തുക്കൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. തിരക്കഥ എന്ന് പറയുന്നത് സോളാണ്, ആത്മാവാണ് സിനിമയുടെ എന്ന ഒരർത്ഥത്തിൽ പറയാം. പിന്നെ അതിനെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന അതിൻ്റെ ഒരു സൃഷ്ടാവാണ് സംവിധായകൻ എന്ന് പറയുന്നത്. ഈ സോൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ സോളിനെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കണമല്ലോ. ഇപ്പം ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരൻ ഇരിക്കാനൊരു സ്ഥലം വേണം, ദേവാലയം വേണം. ആ ദേവാലയം പണിഞ്ഞ് വരുമ്പോൾ മാത്രമാണ് അതിനെ കാണാനൊരു ഐശ്വര്യം വരിക, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് സിനിമയെ അണിയിച്ചൊരുക്കാൻ ഒരാൾ വേണം. അതാണ് സംവിധായകൻ. ഓക്കെ. മികച്ച നടിക്ക് ഉള്ള ദേശീയ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാണ്? നമ്മുടെ മലയാളത്തിൽ. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയത് തുലാഭാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഒരു നടിക്ക് 1968. 1968 ഈ തുലാഭാരം എന്ന് പറയുന്നത് തോപ്പിൽ ഭാസിയുടെ ഒരു നാടകമാണ്. തോപ്പിൽ ഭാസി എഴുതിയൊരു നാടകമാണ് തുലാഭാരം. അതിനെ പിന്നീട് തിരക്കഥയാക്കി സിനിമയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിലെ അഭിനയത്തിനാണ് 1968 പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേത്രിക്കുള്ള നടിക്കുള്ള അവാർഡ് ഈ സിനിമയിൽ അഭിനയിച്ച ശാരദയ്ക്കാണ് ആദ്യമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് മലയാളത്തിൽ ശാരദയ്ക്ക്, മലയാള സിനിമ 1968. എന്നാൽ ഈ 1968 ശേഷം 1969 കേരള സർക്കാർ സിനിമയ്ക്ക് വേണ്ടി അവാർഡ് ഏർപ്പെടുത്തുന്നത് എന്നുള്ളത് ഓർക്കണം. നേരത്തെ പറഞ്ഞല്ലോ, മികച്ച ചിത്രത്തിനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് കുമാരസംഭവത്തിനാണ് ലഭിച്ചത്. 1969 ഈ ഒരു സമ്മാനം ഏർപ്പെടുത്തിയ അതേ വർഷം തന്നെ ആദ്യം കൊടുത്തത് ആ സിനിമയ്ക്കായിരുന്നു. സംവിധാനം പി സുബ്രഹ്മണ്യമാണ് അതിൻ്റെ സംവിധായകൻ. അതിനുശേഷമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ രൂപീകരിക്കുന്നത്. അത് 1975. 1975 കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. ഇന്ന് ഫെഫ്കയും മറ്റൊന്നും ഇല്ല. മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം ഏതാണ്? 1978 ആദ്യ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പു വരുന്നത്. തച്ചോളി അമ്പു എന്ന ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം മലയാളികളുടെ മുമ്പിലെത്തുകയാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ 70 mm ചിത്രം വരുന്നു. അത് പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. 1982 വരെ ടെക്നോളജി പിന്നെയും വികസിച്ചതിന് ശേഷമാണ് 70 mm ചിത്രം പടയോട്ടം വരുന്നത് 1982. നിർമ്മല എന്ന ചിത്രം പ്രേക്ഷകരെ ഒത്തിരി ആകർഷിച്ച ഒരു ചിത്രമായിരുന്നു. ആ നിർമ്മല എന്ന ചിത്രത്തിൽ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നു പ്രശസ്തനായ ഒരു കവിയാണ്. ജി ശങ്കരക്കുറുപ്പാണ് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഉത്തരായനം എന്നൊരു സിനിമയുണ്ട്. ആ ഉത്തരായനം എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയതൊരു സാഹിത്യകാരനാണ്, തിക്കോടിയൻ ആണ് ഉത്തരായനം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത്.
അതുപോലെ തന്നെ രുക്മിണി എന്ന പേരിലൊരു ചിത്രമുണ്ട്. ആ രുക്മിണി എന്ന ചിത്രത്തിൻ്റെ കഥ എഴുതിയത്, തിരക്കഥയല്ല, കഥ എഴുതിയത് മാധവിക്കുട്ടിയാണ്. മാധവിക്കുട്ടിയുടെ ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് രുക്മിണി എന്ന സിനിമ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചിത്രം നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചിത്രം കാലാപാനിയാണ് മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചിത്രം. ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രം ജീവിത നൗക. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രം. ഇനി ചേട്ടത്തി എന്ന ഒരു സിനിമയാണ്. ഈ ചേട്ടത്തി എന്ന സിനിമയിൽ ഒരു കവി അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശസ്തനായൊരു കവി വയലാർ രാമവർമ്മ അഭിനയിച്ച ചിത്രമാണ് ചേട്ടത്തി. ചെമ്മീൻ എന്ന ചിത്രത്തിൽ ഒരു വിദേശി ഛായാഗ്രാഹകനായി പ്രവർത്തിച്ചു. മാക്സ് ബട്ട്ലി ഛായാഗ്രാഹകനായിരുന്നു. അതുപോലെ തന്നെ അഗ്രഹാരത്തിൻ കഴുതൈ എന്ന തമിഴ് ചിത്രം സംവിധാനം ചെയ്തത് ജോൺ എബ്രഹാം. പിന്നെ MD തിരക്കഥ എഴുതിയ ഓളവും തീരവും MD തിരക്കഥയാണ്. അത് സംവിധാനം ചെയ്തത് PN മേനോനാണ്. MD എന്ന് പറയുന്നത് ഒരു ലെജൻഡാണ് കേട്ടോ. ഒരുപാട് തിരക്കഥകൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഒക്കെ നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഏറ്റവും അധികം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ 1980കളിലെ മികച്ച സംവിധായകനാരാണ്? ഈയിടയ്ക്കെന്ന് പറഞ്ഞാൽ ഈ 2024 അബുദാബി ശക്തി അവാർഡുകൾ കൊടുത്ത കൂട്ടത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രശസ്ത വ്യക്തികൾക്ക് കൊടുക്കുന്ന അവാർഡ് ഷാജി കരുണിനാണ് കൊടുത്തിരിക്കുന്നത്. വി ആർ സോ പ്രൗഡ്. നമ്മൾ വളരെ മലയാളികൾ അഭിമാനിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഷാജി കരുണിനാണ് കൊടുത്തിരിക്കുന്നത്. അതും എന്തിനെ പുരസ്കരിച്ചാണ്? ചലച്ചിത്ര രംഗത്തെ മികച്ച സമഗ്ര സംഭാവനകൾക്കുള്ള പുരസ്കാരം, ആദരസൂചകമായിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. അബുദാബി ശക്തി അവാർഡെന്ന് പറയുന്നത് ചലച്ചിത്ര രംഗത്തെ മികച്ച സംഭാവനകൾക്കുള്ള മികച്ച സമഗ്ര സംഭാവനകൾക്കുള്ള പുരസ്കാരം എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് പിന്നെ ധാരാളമായി ഏറ്റവും അധികം ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ 1980കളിലെ, എനിക്ക് തോന്നുന്നു 1988 അദ്ദേഹം പിറവി എന്ന സിനിമ എടുക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ധാരാളമായിട്ട് ഉള്ള അംഗീകാരങ്ങളുടെ പ്രവാഹം ഉണ്ടായത്. അതിലെ മിക്കവാറും എല്ലാ പിന്നണിയിലെ ആൾക്കാർക്കും ആ വർഷം പുരസ്കാരങ്ങൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് തന്നെ കിട്ടി. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ കിട്ടി. അപ്പോൾ അതോടുകൂടിയാണ് ഈ ഒരു പ്രതിഭാശാലിയായ സംവിധായകനെ തിരിച്ചറിഞ്ഞത്. പക്ഷെ പലർക്കും അതിലൊരു അസ്വസ്ഥത ഉണ്ടാകാതെയും ഇരുന്നില്ല. പക്ഷെ അദ്ദേഹം പിന്നോട്ട് പോയില്ല, പിന്നീട് മുന്നോട്ട് തന്നെ പോയി. ഓക്കെ, ഒരുപാട് സിനിമകളിൽ എടുക്കുന്നതിലല്ല കാര്യം. എടുക്കുന്ന കുറച്ച് സിനിമകളാണെങ്കിലും അവയെല്ലാം വളരെ കാമ്പും കഴമ്പുമുള്ളവയായിരിക്കുക, നന്നായി ചെയ്തവയായിരിക്കുക. അങ്ങനെയുള്ളവയാണ് ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യേണ്ടത്. അല്ലാതെയുള്ളവയും അംഗീകരിക്കപ്പെടുന്നുണ്ട്, പക്ഷെ അത് യാദൃശ്ചികമാകാം. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ മലയാളത്തിലെ മറ്റൊരു ടാലൻറ്റ്
ഒരു പ്രതിഭാശാലി എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ് മറ്റ് എന്തും ഉള്ളൂ. സിനിമ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതിന് ശേഷം മലയാള സിനിമയെ കൈപിടിച്ച് നടത്തിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹവും ഈ പറഞ്ഞ പോലെ എം ഡിയുടെ കാര്യം പറഞ്ഞതുപോലെ എം ഡിക്ക് മുന്നേ തന്നെ സംവിധായകനായും തിരക്കഥാകൃത്തായും ഒക്കെ എല്ലാ മേഖലകളിലും സിനിമയെക്കുറിച്ചുള്ള സമസ്ത കാര്യവും, സിനിമയുടെ ലോകം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. ഒന്നല്ല 2-3 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട്. ഒരുപാട് പേർ സിനിമയുടെ മേഖലയെക്കുറിച്ച് പഠനങ്ങളും മറ്റും നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. ഓക്കെ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരം 1972 പുറത്തു വന്നത്. 1972 അദ്ദേഹം ഒത്തിരി സിനിമകൾ ചെയ്തു. എലിപ്പത്തായം അദ്ദേഹത്തിൻ്റെതാണ്. മുഖാമുഖം എന്ന സിനിമ, എലിപ്പത്തായം. അതുപോലെ തന്നെ മറ്റൊരു പ്രസിദ്ധമായ സിനിമയാണ് കൊടിയേറ്റം. ഈ കൊടിയേറ്റം സിനിമയിലെ അഭിനയത്തിന് നമ്മുടെ ഗോപിക്ക്, സിനിമാ നടൻ ഗോപിക്ക് ഭരത് അവാർഡ് വരെ കിട്ടി. അതിനുശേഷമാണ് ഭരത് ഗോപി ആയിരുന്നത് അദ്ദേഹം. കൊടിയേറ്റം ഗോപി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ അത് പോട്ടെ, അത് അടൂരിൻ്റെ സൃഷ്ടിയാണ്. അതുപോലെ തന്നെ അനന്തരം എന്ന പേരിലൊരു സിനിമയുണ്ട്, അതും അടൂരിൻ്റേതാണ്. മതിലുകൾ ബഷീറിൻ്റെ മതിലുകൾ അറിയാമല്ലോ. അപ്പോൾ അതാണ് വളരെ ആർട്ട് ഫിലിംസാണ് അദ്ദേഹം എടുക്കുന്ന മിക്കതും. ആർട്ട് ഫിലിമിൻ്റെ സ്വഭാവമുള്ളവയാണ്. 4 പെണ്ണുങ്ങൾ, അതും കഥയെ സിനിമയാക്കിയതാണ്. അതുപോലെ തന്നെ സക്കറിയ എഴുതിയ പിന്നെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന ചെറുകഥ, അതൊക്കെ വേണമെങ്കിൽ മുൻവേടിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന ചെറുകഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിധേയൻ എന്ന സിനിമ എടുക്കുന്നത്. അതുപോലെ തന്നെ കഥാപുരുഷൻ എന്നൊരു സിനിമ, കഥാപുരുഷൻ, അതും അടൂരിൻ്റെ. നിഴൽക്കുത്ത്, ഇതെല്ലാം അടൂരിൻ്റേതാണ്. അപ്പോൾ സ്വയംവരമാകട്ടെ, കൊടിയേറ്റമാകട്ടെ, വിധേയനാകട്ടെ, എലിപ്പത്തായമാകട്ടെ, മുഖാമുഖമാകട്ടെ, അനന്തരമാകട്ടെ, 4 പെണ്ണുങ്ങളാകട്ടെ, മതിലുകളാകട്ടെ, ഇതെല്ലാം ഇങ്ങനെ ഒരു പിടിയിലേറെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളായിട്ട് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ആധികാരികമായിട്ട് മലയാള സിനിമയുടെ വളർച്ചയെക്കുറിച്ച് പഠിച്ച് ഗ്രന്ഥങ്ങൾ എഴുതുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ സംവിധായകരും ഗവേഷകരും എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ജി അരവിന്ദൻ ഒരു മികച്ച സംവിധായകനാണ്. ഉത്തരായനം അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. കാഞ്ചനസീത എന്ന പേരിലൊരു സിനിമ. യഥാർത്ഥത്തിൽ കാഞ്ചനസീത എന്ന് പറയുന്നത് CN ശ്രീകണ്ഠൻ നായർ 3 നാടകം എഴുതിയിട്ടുണ്ട്. രാമായണ നാടകത്രയം: ലങ്കാലക്ഷ്മി, കാഞ്ചനസീത, സാഗീതം. ഇതിൽ കാഞ്ചനസീത എന്ന അതിലെ ഒരു തീം എടുത്തിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു സിനിമ എടുത്തു. അത് അരവിന്ദൻ്റെയാണ്. തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവെയിൽ, ചിദംബരം, ഒരിടത്ത്, ഉണ്ണി, മാറാട്ടം എന്നിവയെല്ലാം അരവിന്ദൻ്റെ സിനിമകൾ പെട്ടവയാണ്. കുമ്മാട്ടി അത് പ്രസിദ്ധമാണ്, ഒരുപാട് ഓടിയതാണ് അന്നത്തെ കാലത്ത്. തമ്പും അതുപോലെ തന്നെ. തമ്പ്, എസ്തപ്പാൻ, പോക്കുവെയിൽ, ചിദംബരം, ഒരിടത്ത്, ഉണ്ണി, മാറാട്ടം ഇതെല്ലാം ജി അരവിന്ദൻ്റെ സിനിമകളാണ്. നിർമാല്യം എന്ന സിനിമ, നിർമാല്യം എന്ന സിനിമ റിലീസായി ആൾക്കാരെല്ലാം അത് സ്വീകരിച്ചു. പക്ഷേ അതിൻ്റെ കഥ എഴുതിയതാരായിരുന്നു? യഥാർത്ഥ കഥയുടെ പേര് പള്ളിവാളും കാൽച്ചിലമ്പും എന്നാണ്. പള്ളിവാളും കാൽച്ചിലമ്പും. ഈ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥ എഴുതിയത് MD വാസുദേവൻ നായരാണ്. അതാണ് പിന്നീട് സിനിമയായിട്ട് നിർമാല്യം എന്ന സിനിമയായി മാറി. അതുപോലെ തന്നെ MDയുടെ തന്നെ കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ, ചെറിയ ഭൂകമ്പങ്ങൾ. അപ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ എന്ന ആ ഒരു കഥ പിന്നീട് സിനിമയായപ്പോൾ അതിൻ്റെ പേര്
എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന് മാറ്റി, കഥയ്ക്കനുസരിച്ച്. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ ഏതെന്ന് ചോദിച്ചാൽ അത് കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ. അതുപോലെ തന്നെ MD എഴുതിയ അനുബന്ധം എന്ന ചെറുകഥ, ഈ MDയുടെ അനുബന്ധം എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് ഒരിടത്തൊരു ഫയൽ വാൻ എന്ന് പറഞ്ഞ് കൗതുകകരമായിട്ടുള്ള ഒരു സിനിമ എടുത്തത്. അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്ത സിനിമകളിൽ ഒന്നാണ് വിധേയൻ എന്ന് പറഞ്ഞല്ലോ. അത് സക്കറിയ എഴുതിയ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും എന്ന ചെറുകഥയാണ് ആധാരമാക്കിയാണ്. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് മഴ. അപ്പോൾ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മഴ എന്ന സിനിമയ്ക്ക് ആസ്പദമായിട്ട് മാധവിക്കുട്ടി കഥയാണ്. അപ്പോൾ മഴ എന്ന സിനിമയ്ക്ക് ആധാരമായ മാധവിക്കുട്ടിയുടെ കഥ, മാധവിക്കുട്ടി എഴുതിയ നഷ്ടപ്പെട്ട നീലാംബരി, അതിനെ ആസ്പദമാക്കിയാണ് മഴ എന്ന സിനിമ എടുത്തിരിക്കുന്നത്. സംവിധാനം ലെനിൻ രാജേന്ദ്രൻ. മഴ എന്ന സിനിമ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ്. പക്ഷേ മഴയിലെ തീം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എടുത്തത്? മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഭാർഗവീ നിലയം എന്ന സിനിമ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പ്രേതത്തിൻ്റെ ഒക്കെ കഥയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുണ്ട്. അത് യഥാർത്ഥത്തിൽ ബഷീർ എഴുതിയ നീലവെളിച്ചം എന്ന കഥയെ ആധാരമാക്കിയാണ്. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയെ ആധാരമാക്കി എടുത്ത സിനിമയാണ് ഭാർഗവീ നിലയം. ബഷീറിൻ്റെ മതിലുകളെ ആധാരമാക്കി എടുത്ത മതിലുകൾ എന്ന സിനിമയുണ്ട്. എന്നാൽ ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയെ ആധാരമാക്കി ഭാർഗവീ നിലയം എന്ന പേരിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. മോളിവുഡ് എന്നാണ് മലയാള സിനിമാ മേഖല അറിയപ്പെടുന്നത്. ഇവിടെ MDയുടെ ഒരു കഥയുണ്ട്, ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞു. ആ ഇരുട്ടിൻ്റെ ആത്മാവ് അതേ പേരിലൊരു സിനിമയുണ്ടായിട്ടുണ്ട്. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന സിനിമയുടെ സംവിധായകൻ P. ഭാസ്കരൻ കവിയായിരുന്നു, P. ഭാസ്കരൻ. അതുപോലെ ഓടയിൽ നിന്ന്, യക്ഷി, കടൽപ്പാലം തുടങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകളെടുത്ത ഒരു സംവിധായകൻ നമുക്കുണ്ട്. അരനാഴിക നേരം ഇതെല്ലാം സാഹിത്യകൃതികൾ സിനിമയായതാണ്. എല്ലാം പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ മൂലകൃതികൾ ഏതാണെന്ന് കണ്ടെത്തിക്കൊള്ളണം. അരനാഴിക നേരം, കടൽപ്പാലം, യക്ഷി, ഓടയിൽ നിന്ന്. യക്ഷി നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നോവലാണ് യക്ഷി. ഓടയിൽ നിന്ന് കേശവദേവൻ്റെയാണ്. അപ്പോൾ ഇതുപോലെ ഈ സാഹിത്യകാരന്മാരുടെ രചനകളെ ആസ്പദമാക്കിയൊക്കെയാണ് സിനിമകളെടുത്തത്. അപ്പോൾ ഈ ഓടയിൽ നിന്ന്, യക്ഷി, കടൽപ്പാലം, അരനാഴിക നേരം ഇവയെല്ലാം സംവിധാനം ചെയ്തത് സേതുമാധവൻ, KS സേതുമാധവൻ. കുറച്ചു കാലം മുൻപുള്ള പ്രസിദ്ധരായ സംവിധായകരിൽ ഒരാളാണ് KS സേതുമാധവൻ. ഓടയിൽ നിന്ന്, യക്ഷി, കടൽപ്പാലം, അരനാഴിക നേരം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ തന്നെ A. വിൻസെൻ്റ് സംവിധാനം ചെയ്ത ചിത്രങ്ങളുണ്ട്. അതിൽ ചിലത് പറയാം. ഭാർഗവീ നിലയം, തുലാഭാരം, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ തുലാഭാരം. അപ്പോൾ തുലാഭാരം, ഭാർഗവീ നിലയം, അസുരവിത്ത്, നഗരമേ നന്ദി. തുലാഭാരം, ഭാർഗവീ നിലയം, അസുരവിത്ത്, നഗരമേ നന്ദി ഇവയെല്ലാം A. വിൻസെൻ്റ് സംവിധാനം ചെയ്തത്. ഓളവും തീരവും എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രമെന്ന് പറയാവുന്നത് ന്യൂസ് പേപ്പർ ബോയിയാണ്. അത് എഴുതി സംവിധാനം ചെയ്തത് P. രാമദാസ് ആണ്. P. രാമദാസ് ആണ് ന്യൂസ് പേപ്പർ ബോയി എഴുതി സംവിധാനം ചെയ്തത്. അതാണ് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം, യഥാതഥ ചിത്രമെന്ന് അറിയപ്പെടുന്നത്. റിയലിസ്റ്റിക് ചിത്രം. ഓക്കെ. പൊൻകുന്നം വർക്കി കഥയും സംഭാഷണവും എഴുതി കൊടുത്ത ഒരു ചലച്ചിത്രമുണ്ട്, പൊൻകുന്നം വർക്കി. കഥയും
സംഭാഷണം എഴുതി കൊടുത്തത് നവലോകം എന്ന പേരിലുള്ള ചലച്ചിത്രത്തിനാണ്. നവലോകം. ജെ.സി. ഡാനിയലൊക്കെ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡൊക്കെ ഏർപ്പെടുത്തി തുടങ്ങി. ജെ.സി. ഡാനിയൽ പുരസ്കാരം ആദ്യം ലഭിച്ചത് ടി.ഇ. വാസുദേവനാണ്. ടി.ഇ. വാസുദേവൻ എന്ന ചലച്ചിത്രകാരനാണ് ജെ.സി. ഡാനിയൽ പുരസ്കാരം ആദ്യം ലഭിച്ചത്. കായാത്തരൻ എന്നൊരു സിനിമ വന്നു. ആ സിനിമ നമ്മുടെ ഒരു കഥാകൃത്തിൻ്റെ രചനയെ ആസ്പദമാക്കിയാണ്. ഏതാണ്? എൻ.എസ്. മാധവൻ എന്ന ചെറുകഥാകൃത്തിൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയെ ആസ്പദമാക്കിയാണ് കായാത്തരൻ എന്ന സിനിമ എടുത്തിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ പരാമർശമൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കായാത്തരൻ എന്ന സിനിമയ്ക്ക് ആസ്പദമായ കഥ എൻ.എസ്. മാധവൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ. അതുപോലെ രാത്രിമഴ എന്നൊരു സിനിമ ലെനിൻ രാജേന്ദ്രൻ എടുത്തിട്ടുണ്ട്. ലെനിൻ രാജേന്ദ്രൻ രാത്രിമഴ എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. അതിന് ആധാരമായ കഥ ആധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാളായ ചന്ദ്രമതി ടീച്ചറിൻ്റെ ആണ്. വെബ്സൈറ്റ് എന്ന കഥ. ആ കഥയെ ആധാരമാക്കിയാണ് രാത്രിമഴ എന്ന സിനിമ. മലയാള സിനിമയുടെ ചരിത്രത്തെക്കുറിച്ചൊന്നും അല്ല നമ്മളിവിടെ പറഞ്ഞത്. മലയാള സിനിമയിലെ ചില ആദ്യകാല, മധ്യകാല, അതിനുശേഷമുള്ള ചില സൃഷ്ടികൾ ഒന്ന് പരിചയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലെ പ്രധാനപ്പെട്ട ചില വസ്തുതകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.